കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച 5 ഫെബ്രുവരി 17, 18 ദിവസങ്ങളായിട്ടാണ്. ഇവിടുന്ന് പ്രെയർ കഴിഞ്ഞു, വീട്ടിലെത്തി. എൻ്റെ മമ്മിക്ക് പെട്ടെന്ന് ഛർദ്ദിച്ചു. അത് കഴിഞ്ഞു മമ്മി ഒന്നും കഴിക്കാൻ പറ്റാതെ ഉറങ്ങി. ഇടയ്ക്കൊക്കെ എഴുന്നേക്കുന്ന അസുഖമുണ്ട്, പക്ഷെ അങ്ങനെ തന്നെ. പിറ്റേ ദിവസം രാവിലെ കുർബാനയ്ക്ക് പോയി, തിരിച്ചു വന്നു, ഭക്ഷണം കഴിച്ചു, വീട്ടിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് പിന്നെയും ഛർദ്ദിച്ചു. പെട്ടെന്ന് നെഞ്ചുവേദന വരാൻ തുടങ്ങി. അപ്പം തന്നെ മമ്മി എന്നെ വിളിച്ചു. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിച്ചു. അന്ന് ഞായറാഴ്ചയാണ്, ഡോക്ടേഴ്സ് ആരുമില്ല. അപ്പം അവരും എന്നോട് പറഞ്ഞത് തന്നെ എല്ലാ വേരിയേഷൻസും നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. അറ്റാക്കാണ്, പോസിറ്റീവാണ് കാണിക്കുന്നത്, എക്കോയിൽ വേരിയേഷൻ ഉണ്ട്, ബാക്കി ടെസ്റ്റുകളിലെല്ലാം ഉണ്ട്. എത്രയും പെട്ടെന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം എന്ന് പറഞ്ഞ് തുടങ്ങാൻ പോവാം. അപ്പം ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്യുന്നത് എനിക്ക് ചിന്തിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. നിങ്ങൾ അനുവാദം തന്നെ ഇപ്പം തന്നെ ചെയ്യും. ഇപ്പോൾ ഒരു സൈഡിലൂടെ പേടിയുണ്ട്, തട്ടിപ്പാണോ ശരിയാണോ, വേറൊരു സൈഡിലൂടെ ഇത് ഇത്രയും സീരിയസ് ആണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ അറ്റാക്ക് ആദ്യമായിട്ട് കാണുക. അപ്പം മമ്മീനെ കൊണ്ടുപോയി ICUവിൽ കയറ്റി. അവിടെ ഇരിക്കുന്ന ഞാൻ പുറത്തിരിക്കുക, പപ്പയും ഞാനും ഉള്ളൂ, അവിടെ വേറെ ആരുമില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറേ ഭയം മനസ്സിലോട്ട് വരാൻ തുടങ്ങി. അതിനായിരിക്കും ചിലപ്പം ദൈവം നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്നതെന്ന് പറയില്ലേ. തലേ ദിവസത്തെ ക്ലാസ്സിൽ ഇവിടെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ ടോപ്പിക്കായിരുന്നു അച്ഛൻ പഠിപ്പിച്ചത്. അപ്പം ആ ക്ലാസ് എൻ്റെ മനസ്സിലോട്ട് വരാൻ തുടങ്ങി. അത് വന്നു, അതിലെ ഓരോ വചനങ്ങളും ഓർമ്മ വന്ന സമയം ഞാൻ പെട്ടെന്ന് ഫോൺ എടുത്ത്, എനിക്ക് പ്രാർത്ഥിക്കുന്ന ഉറപ്പുള്ള കുറച്ച് പേരുണ്ട്, അവരുടെ ഞാൻ വേഗം മെസ്സേജ് അയച്ചു. എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൂടെ അച്ഛൻ തിരക്കിലായിരിക്കും എന്നറിയാം, എന്നാലും അച്ഛനും ഒരു മെസ്സേജ് അയച്ചു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല കാണുന്നൊന്നും. എന്തായാലും 10 മിനിറ്റ്സ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്നും ഉണ്ടാകില്ല, അമ്മയെല്ലാം സുഖമാവും, ദൈവം കൂടെ ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. അതോടെ ഞാൻ ഭയങ്കര സന്തോഷമായി. പിന്നെ എന്തായാലും ആക്സെപ്റ്റ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ധൈര്യം വന്നു. അവിടെ ഇരുന്ന് ഞാനും ജപമാല ചൊല്ലുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഡാനിയേൽ 9:19 വചന കിട്ടിയത്. അത് ഞാനിങ്ങനെ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കുറച്ച് 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മമ്മീനെ കാണാൻ വേണ്ടി എന്നെ ഡോക്ടറിൻ്റെ ഉള്ളിലോട്ട് വിളിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തോ ഭാഗ്യം കേട്ടോ, ശരിക്കും ആ ബ്ലോക്കിൻ്റെ ഏരിയ ഒക്കെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ചെയ്തു തുടങ്ങാൻ പോവുമായിരുന്നു, പക്ഷെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒന്നും കാണാനില്ല. അത് അങ്ങനെ തന്നെ മാറിപ്പോയി. 2 ബ്ലോക്കിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നേരെ മമ്മിയെ കാണാൻ ചെന്നപ്പം ഞാൻ ഇന്നത്തെ ക്ലാസ്സിനെ ബേസ് ചെയ്തായിരുന്നു. മമ്മി അവിടെ സ്തുതിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക. കയ്യിൽ ജപമാലയുണ്ട്, നഴ്സുമാരുടെ അടുത്തൊക്കെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മമ്മീനെയാണ് കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാർക്കും അതൊരു അനുഭവമായി. അവരുടെ വീടുകളിൽ ചെന്നും പറഞ്ഞതായിട്ട് പിറ്റേ ദിവസമൊക്കെ പറഞ്ഞു. 3 കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, എൻ്റെ വിശ്വാസം വർദ്ധിച്ചു, അവിടെയുള്ളവർക്കും സ്തുതിപ്പും പ്രാർത്ഥനയും ബൈബിളുമായിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോഴുള്ളൊരു അനുഭവം ഉണ്ടായി. 3ാമത്, കൃത്യസമയത്ത് ദൈവം നമ്മളെ ഒരുക്കി എത്തിച്ചു. കഴിഞ്ഞ പോലെ ഈ സമയം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, ദൈവം എന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചു വരുന്നതുകൊണ്ട് കൃത്യസമയത്ത് അവിടെ പോകാനും സാധിച്ചു. 1 മണിക്കൂർ മുമ്പ് ഞാൻ പുറത്തു പോകാനിരുന്നതാണ്. എൻ്റെ കൂട്ടുകാർ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാവാനും ഇടയായി. ദൈവം ഒരുക്കി നമ്മളെ ഒരു അനുഭവത്തിലൂടെ കൊണ്ടുപോയതും അതൊരു സാക്ഷിയായിട്ട് ഇവിടെ പറയണം ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് നന്ദി. കരങ്ങളെടുത്ത് ഈശോയെ എന്ന് മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആവേ മരിയ. എല്ലാം ദൈവമഹത്വത്തിന്. ഈ ദിവസങ്ങൾ വളരെ ഞെരുക്കത്തിലൂടെ കടന്നു പോവാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച അച്ഛൻ്റെ ഇവിടെ വരുന്ന സമയത്ത് ഒരു നിയോഗത്ത് കൂടിയാണ് വന്നത്. കാരണം ലോൺ അടയ്ക്കാൻ പറ്റാതെ വളരെ ഞെരുങ്ങി നിൽക്കുന്നത്. മാത്രമല്ല 2 ഇൻസ്റ്റാൾമെൻറ്റ് തെറ്റി എനിക്ക് ജാമ്യം നിന്ന വ്യക്തിക്ക് നോട്ടീസ് വന്നു. അതെൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭാര്യയാണ് നിന്നത്. അപ്പോൾ എനിക്ക് കൂടുതൽ വിഷമമായി. ഒരു സ്ത്രീ വന്ന് അവരൊക്കെ വളരെയധികം ടെൻഷനാവുന്നു. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഒത്തിരി വേദനയോടുകൂടി നിന്നത്. കാരണം ഇത് എങ്ങനെ അടച്ചില്ലെങ്കിൽ ഞാൻ അവരെ എങ്ങനെ എന്ത് ചെയ്യും? എനിക്ക് വേണ്ടി എത്രയും വിശ്വസ്തതാണ്. പക്ഷേ എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. ഞാൻ തീർച്ചയായും ഈശോയോട് പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ കൂട്ടായ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്, ഇവിടെ വന്ന് സാക്ഷ്യം പറയും എന്ന് പറഞ്ഞ്. അപ്പോൾ എബ്രായർ 13:5 എന്നെ ശക്തിപ്പെടുത്തി. ഞാൻ നിന്നെ ഒരു നാളും അവഗണിക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അതുപോലെ യോഹന്നാൻ 6:37 എൻ്റെ അടുത്ത് വരുന്നതിന് ഒരു നാളും തള്ളിക്കളയുകയില്ല. റോമ 9:33 എന്നിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിതനാവുകയില്ല. ഇങ്ങനെ വേദനയോടുകൂടി പ്രാർത്ഥിച്ചു. യെശയ്യാ 45:2-3 ചേർത്ത് പ്രാർത്ഥിച്ചു. അച്ഛനോട് ഞാൻ ഇവിടെ എന്തായാലും സാക്ഷ്യം പറയാം, അതിനെ മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച മാഹി പള്ളിയിൽ പോയി താങ്ക്സ് ഗിവിംഗ് മാസിന് പങ്കെടുത്തതിന് ശേഷം തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞാനൊരു ഫോൺ വിളിച്ചു. ഞാൻ കർത്താവിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടെ അറ്റത്ത് പറഞ്ഞു, എനിക്ക് വളരെ ഞെരുക്കമാണ്, പക്ഷെ സാറിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ഇപ്പം തന്നെ ഗൂഗിൾ പേ 20,000 രൂപ ഇടും എന്ന് പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സമരക്കാരിയായിട്ട് സ്ത്രീ 4-ാം അധ്യായത്തിൽ, യോഹന്നാന്റെ 4-ാം അധ്യായത്തിൽ അവളുടെ സാക്ഷി അനേകർ വിശ്വസിച്ചു.
അപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്താണ്. അച്ഛൻ്റെ കൂട്ടായ്മയോട് ചേർന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കർത്താവിന് 1000 മഹത്വം. ആമേൻ. ഓക്കെ, കരങ്ങളടിച്ച് ഈശോയെ എന്ന് മഹത്വപ്പെടുത്തിയേ.